സമസ്തയ്ക്ക് മുന്നിൽ ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കീഴടങ്ങും. കാരണം സൂംബ ഡാൻസ്, അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ സമയക്രമ മാറ്റം, ഇതൊക്കെ സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും സമസ്തയെ ഭയമാണോ സർക്കാർ? കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതാശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. തുടർന്നുണ്ട്, അതിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. പണ്ടിവൻ ഒരു കടി കൊണ്ട് ഒരു പുലിയെ രണ്ടാക്കി എന്നൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാർ പാടുന്നത്. ഇവിടെ അതുപോലെയാണ്, ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ. ശിവൻകുട്ടി ഇപ്പോൾ കാട്ടും പിടിക്കും വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങിയ ശിവൻകുട്ടി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സൂംബ ഡാൻസ്, അതുപോലെ സൂംബ നൃത്തം, അത് പരിശീലിപ്പിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു സംഘടിത സമുദായം ഒന്നടങ്കം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രംഗത്ത് വരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരുടെ വീര പോരിന് വാട എന്നൊക്കെ പറഞ്ഞ് ആദ്യം മുണ്ട് മടക്കി കുത്തി നിയമസഭയിൽ മറ്റേ ബെഞ്ചിൻ്റെ പുറത്തൂടെ ഡെസ്കിൻ്റെ പുറത്തൂടെ നടന്ന് സ്പീക്കറുടെ കമ്പ്യൂട്ടറൊക്കെ വലിച്ചെറിയുകയും കസേര തല്ലി തകർക്കുകയൊക്കെ ചെയ്ത കാഴ്ച, എന്നിട്ട് അവസാനം വെട്ടിയിട്ട തടി പോലെ ആ ഡെസ്കിൽ വീണ് കിടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി വെട്ടിയിട്ട വാഴ പോലെ അങ്ങനെ കിടക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുകളിൽ. സംഭവിച്ചത് ഇതാണ്, സംഘടിത വോട്ട് ബാങ്കിന് മുന്നിൽ അദ്ദേഹം ആയുധം വെച്ച് കീഴടങ്ങി. എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ പല വിവാദങ്ങൾ ഉണ്ടാക്കുക, അസംഘടിതമായ ഒരു സമൂഹത്തിൻ്റെ മുകളിലേക്ക് കുതിര കയറുക, ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ സൂംബ ഞങ്ങളിപ്പം മറിച്ച് കളയും എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. കായിക അധ്യാപകരുള്ള സ്കൂളിൽ പോലും സൂംബ ഡാൻസ് ഇപ്പം, അല്ലെങ്കിൽ സൂംബ പരിശീലനം ഒരു വ്യായാമ മുറയായിട്ടാണ് സർക്കാർ അതിനെ കണ്ടത്. അതിപ്പോൾ നടക്കുന്നില്ല, അത് നടക്കുന്നില്ല. എത്ര സ്കൂളുകളിൽ നടക്കുന്നുണ്ട്? വിദ്യാഭ്യാസ മന്ത്രിക്ക് ചങ്കൂറ്റമുണ്ടോ? കൃത്യമായിട്ട് എണ്ണം പറയാം. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും ഇത് നിർബന്ധമായിട്ടും നടപ്പാക്കും എന്നാണല്ലോ പറയുന്നത്. അല്ല, പിന്നീടൊന്ന് മാറ്റിയായിരുന്നു. ആദ്യം പറഞ്ഞത് അതല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് പിന്നാക്കം പോയി? അതിൽ നിന്ന് എന്തുകൊണ്ട് പിന്നോട്ട് പോയി? വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ പഴയ SFI കാലം മുതൽ വലിയ വീറും വാശിയുമുള്ള ഒരു കൊച്ചു സ്റ്റാലിൻ ആയിട്ടാണ് ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിരാജിച്ചത്. മേയറായിട്ടും MLA ആയിട്ടും പിന്നെ ഇതാ ഇപ്പോൾ മന്ത്രിയായിട്ടും. ആ മന്ത്രിയുടെ തീരുമാനത്തിന് എന്തേ ഒരു പുൽനാമ്പിൻ്റെ പോലും വിലയില്ലാതെ പോയത്? ഇനിയിപ്പോൾ ഇതാ അടുത്ത സ്കൂൾ സമയം മാറ്റും, കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ്. കോടതി വിധിയുണ്ട്, ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇക്കാര്യത്തിൽ സ്കൂൾ സമയം മാറ്റുന്നതിനെ കുറിച്ച്. നമ്മൾ മുമ്പ് പല ആവർത്തി ചർച്ച ചെയ്തതാണ് ഇക്കാര്യം. കേരള സർക്കാരും പൊതുസമൂഹവും കുട്ടികളുടെ പഠിത്തം കുറെ കൂടെ രാവിലെ നേരത്തെ ആരംഭിക്കണം. കാരണം നമുക്കറിയാം, കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള പല സ്കൂളുകളും ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം അല്ലേ. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ഷിഫ്റ്റും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ഷിഫ്റ്റുമായിട്ട് പോകുന്നത് നമുക്കറിയാം. ഇപ്പോൾ പണ്ട് നമ്മുടെ കോളേജുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ചില കോളേജുകളിൽ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന കാലത്ത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ രാവിലെയും ഫസ്റ്റ് ഇയർ ഉച്ചയ്ക്ക് ശേഷമായിട്ട് ക്ലാസ്സുകൾ, തിരുവനന്തപുരം ആർട്സ് കോളേജിലൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ കാലാകാലങ്ങളിൽ സൗകര്യം അനുസരിച്ച് സർക്കാർ മാറ്റം വരുത്തണം. അത് മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തണം. ഈ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിൻ്റെ സൈദ്ധാന്തിക വശത്തേക്കൊന്നും കടക്കുന്നില്ല. പോഴത്തരം പറയുന്നതിനൊരു അതിരുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. മാറ്റത്തിന് മാത്രമല്ല മാറ്റമില്ലാതെ തുടരുന്നത്. അത് അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. നല്ലവണ്ണം തർക്കിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് വന്നാൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാം, അതങ്ങനെയല്ല എന്ന്. അതുപോട്ടെ, ഇവിടെ ഇപ്പോൾ സ്കൂൾ സമയം മാറ്റുന്നതിനെക്കുറിച്ച് സമസ്ത കടുത്ത എതിർപ്പുമായിട്ട് വന്നു. മതവിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്ന സംവിധാനത്തിന് ഇത് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത്. എന്തൊരു ധിക്കാരമാണിതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 ദിവസം മുമ്പ് വരെ വിദ്യാഭ്യാസ മന്ത്രി ആ ഒറ്റ ഇതിൽ തന്നെ നിൽക്കുമായിരുന്നു, സമയം മാറ്റം ഉണ്ടാവില്ല. പക്ഷെ മുഖ്യമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു നാടകമല്ലേ വളരെ. അതായത് ഞങ്ങളിങ്ങനെ മൂപ്പിക്കുന്നു, എന്താ സമസ്തയുമായിട്ട് കൊമ്പ് കോർക്കുന്നു, അവസാനം സമസ്ത പറയുന്നതിന് വഴങ്ങുന്നു. പുലി പോലെ വന്നവൻ എലി പോലെ പോയി എന്നാണ്.
മറ്റേ സുരേഷ് ഗോപി പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ദാ വന്നു ദേ പോയി എന്ന് പറയുന്ന പോലെ പുലി പോലെ വന്നു എലി പോലെ പോയി. ഈ ശിവൻകുട്ടി പുലിയല്ല എലിയാണെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് രാഷ്ട്രീയ എതിരാളികളടക്കം ഇപ്പോൾ ആക്ഷേപിക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് സമസ്തയ്ക്ക് മുന്നിൽ സർക്കാർ തീരുമാനം മാറ്റി? ഇപ്പോൾ ഇതാ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളുടെ സമയം മാത്രമേ മാറ്റുന്നുള്ളൂ. മറ്റ് 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് സമയമാറ്റം ഇല്ല. അപ്പോൾ ഈ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് മദ്രസയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് അവരെ ഒഴിവാക്കുന്നു. എന്തൊരു എന്താ പറയണ്ടേ, ഒരു ജനാധിപത്യ സർക്കാർ ഇതിനേക്കാൾ വലിയൊരു അപമാനം വരാനുണ്ട്. ഈ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. മറ്റേ ഗുരുപൂജയായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഘോര അതാണ് ഈ ഗുരുപൂജയെ വിവാദമാക്കുന്ന എന്തിനാണ്? ഈ വീഴ്ച മറയ്ക്കാനാണ്. ഇത് ചർച്ചയാകാതിരിക്കാനും മറ്റത് വലിയ ചർച്ചയാകും. RSSന്റെ സ്കൂളിൽ അവർ ഗുരുപൂജ നടത്തിയതിന് നിങ്ങൾ എന്ത് നടപടി എടുക്കാനാണ്? നിങ്ങൾ ഏത് കോടതിയിൽ പോയി അതിനെതിരെ വാങ്ങിക്കുക? എന്ത് ക്രിമിനൽ കുറ്റമാണ് അതിനകത്ത് നടന്നത്? ബാലാവകാശ കമ്മീഷൻ വരുന്നു, ആ കമ്മീഷൻ വരുന്നു, ഈ കമ്മീഷൻ വരുന്നു, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രഹാസം എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ്? നിങ്ങളുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു ഇന്ദ്രനും ചന്ദ്രനും വിജയനും ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ സ്വയം ചെന്നെത്തി നിൽക്കുകയാണ് എന്നേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിൻ്റെ അങ്ങറ്റത്തേക്ക് ആ പ്രസ്ഥാനം ചെന്നെത്തി നിൽക്കുകയാണ്. ഒരു മതസംഘടനയ്ക്ക് കീഴടങ്ങി ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം എന്ന് വിളിച്ചിരുന്നവർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ കൂത്തുകൾ നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ വിചാരം ഇത്തരത്തിൽ ഈ നഗ്നമായ മതപ്രീണനം, എടുത്തു പറയാം മുസ്ലിം പ്രീണനം നടത്തി മുന്നോട്ട് പോയാൽ കേരളത്തിലെ അധികാരം നിലനിർത്താനാകും എന്നാണ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. എവിടെയെല്ലാം നിങ്ങൾ ഈ മുസ്ലിം സംഘടനകളുമായിട്ട് ചേർന്ന് ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും, അത് ഇറാഖിലാകട്ടെ ഇറാനിലാകട്ടെ നിങ്ങൾ എവിടെയുമാകട്ടെ, ഈ മുസ്ലിം സംഘടനകളുമായിട്ട് ചേർന്ന് നിങ്ങൾ അധികാരം പിടിക്കാൻ ശ്രമിച്ചോ, അവിടെയെല്ലാം ഈ മുസ്ലിം സംഘടനകൾ അധികാരത്തിലെത്തിയാൽ ആദ്യം തീർത്തത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അത് ഇറാഖ് അതിന് തെളിവാണ്, ഇറാൻ അതിന് തെളിവാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ചരിത്രം പറയാൻ ഒരുപാടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ നെറികേട്, ഈ മതനിരപേക്ഷതയുടെ പേരിൽ, മതേതരത്വത്തിൻ്റെ പേരിൽ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നെറികേട് ഒരു വിഭാഗത്തിന് മാത്രം, ആ വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളോട് മാത്രം അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുക. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, മറ്റെല്ലാ മേഖലയിലുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്താൽ നമ്മൾ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. സർക്കാരിനത് വലിയ ദോഷം ചെയ്യും. അതുമാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും സമസ്തയുടെ മുന്നിൽ സമസ്ത കണ്ണുരുട്ടി ശിവൻകുട്ടി മൂത്രമൊഴിച്ചു എന്നേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.